അല്ലാഹുവേ, എന്നെയും അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പാവപ്പെട്ട നമ്മുടെ ശരീരം കൊണ്ടുവച്ച് നമ്മുടെ ബന്ധുക്കൾ പിരിഞ്ഞു പോയാൽ, പെങ്ങളെ, മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് വീട്ടിന്റെ അകത്ത് നീ കാത്തിരിക്കുന്നല്ലോ സീരിയലിന്റെ ബാക്കി കാണാൻ, സിനിമ കാണാൻ. റിയാലിറ്റി ഷോയിൽ ആരാ വിജയിച്ചതെന്നറിയാ? നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ചാലോ നിന്റെ മക്കൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൂടെ കസേരയിരുന്ന് കണ്ടുപോരെ ഉമ്മാനെ ആ മക്കൾ മറന്നു പോവുകയാ. ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മായും മറന്നു പോവാൻ. എന്നാ ഉമ്മ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന, റബ്ബേ, എന്റെ മക്കൾ യാസീനോദോ ഓതും, എങ്ങനെ ഓതും? നീ അവരെ ഓദിപ്പിച്ചിരുന്നെങ്കിൽ അവർ നിന്റെ മരണശേഷം ഓതുമായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ, ഒന്നും അവർ ചെയ്യൂലല്ലോ, നിനക്കതിനുള്ള അർഹതയില്ലല്ലോ. ഇച്ചിരി പണം നിനക്ക് വിദേശത്തുനിന്ന് കിട്ടിയപ്പോ പവറോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ ചവിട്ടിക്കാൻ മനസ്സ് നീ വെച്ചില്ലേ? അതുകൊണ്ട് നിനക്ക് അള്ളാഹു തരുന്ന വലിയ അനുഭവമാണിത്. ഖബറിൽ കിടന്നുകൊണ്ട് അനുഭവിക്കും നാഥൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരാള് മരണപ്പെട്ടാൽ അവന്റെ ഒന്നാമത് കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരങ്ങളാ, നമ്മുടെ മാംസഭാഗങ്ങളാണ്. അത് പുഴുക്കൾക്കുള്ളതാണ്, പുഴുക്കള് കൊണ്ടുപോവുകയാണ്, അത് പുഴുക്കൾ തിന്നാൻ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തത് നമ്മുടെ എല്ലുകൾ മണ്ണിനോട് ചേർന്ന് പോവുകയാണ്. നമ്മുടെ മാംസഭാഗങ്ങളെ ലിദീദാൻ പുഴുക്കൾ കൊണ്ടുപോകുന്നു. നമ്മുടെ മണ്ണുകളാണ് എല്ലുകളെ കൊണ്ടുപോകുന്നത്. മഹാന്മാര് പറയുന്നു, പിന്നെ നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകുന്നതാരാ? അനന്തര അവകാശികളാണ്, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും. ആ അവകാശികൾ കൊണ്ടുപോവുകയാണ്. ആരാണ് അതിന് അവകാശപ്പെട്ടവർ? ഞാൻ മരിച്ചാൽ എന്റെ കുടുംബത്തിൽപ്പെട്ടവർ, ഫൈസൽ മരിച്ചാൽ ഫൈസലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, ഖമർ സാഹിബ് മരിച്ചാൽ ഖമർ സാഹിബിന്റെ കുടുംബത്തിൽപ്പെട്ടവർ. അവരുടെ അനന്തരാവകാശികൾ ആരാ? ഉപ്പാക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഉപ്പാടെ കയ്യിൽ കിടന്ന വാച്ചാർക്കുള്ളതാ.